നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടുത്തത് ആരാണ് എന്നുള്ള ചർച്ചയിലായിരുന്നു എല്ലാവരും, അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ട്വിസ്റ്റുകൾ കണ്ടു. അങ്ങനെ അതിനെല്ലാം ശേഷം എന്തായാലും കേരളത്തിന് മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇനി മന്ത്രിമാരാരൊക്കെ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതുപോലെ തന്നെ ഈ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പദ്ധതി പ്രകാരം വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നൊരു വാഗ്ദാനം അവർ നടത്തിയിരുന്നു. UDF ആണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മെയ് 15, അതെ ഇന്നലെ ആയിരുന്നു അത് നടപ്പിലാക്കുമെന്ന് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയെ മാത്രമാണ് അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രമല്ല, പുതിയ മന്ത്രിമാരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, മന്ത്രിസഭയ്ക്ക് അധികാരമേറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് BJP കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രതിഷേധിച്ചു. അതിനെ ട്രോളിക്കൊണ്ടുള്ള വാർത്തകൾ ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. BJPയുടെ നേതാക്കൾ തന്നെ അവരുടെ യോഗങ്ങളിൽ ഈ മഹിളാ മോർച്ചയുടെ ഈ പ്രതിഷേധത്തെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ നാട്ടിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ പബ്ലിക് പൾസിൽ KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ് തേടിയിരിക്കുന്നത്. നിരവധി ആളുകളുടെ പ്രതികരണങ്ങളുണ്ട്, സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പ്രതികരണം കാണാം. ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ വേറെ തൊഴിൽ അന്വേഷിക്കേണ്ടി വരും. വേറെ ഒന്നും സംഭവിക്കുകയില്ല. ജനങ്ങൾ അവരുടെ സൗകര്യം മാത്രമേ നോക്കുകയുള്ളൂ. ഇപ്പോൾ വെറുതെ ഒരു യാത്ര ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളായാലും അതിലല്ലേ പോവുള്ളൂ. അപ്പോൾ നമ്മളെ തൊഴിലില്ലാതാവും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ ബാറ്ററി ബസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പിന്നെ എന്താണെന്ന് പറയാ, നമുക്ക് ആൾ കിട്ടരുത് എന്നുള്ള രീതിയിലുള്ള ഓട്ടോ അല്ലാതെ അവർ ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒരു സർവീസ് നടത്തിയിട്ടില്ല. ഞങ്ങളെ തോൽപ്പിക്കുക എന്നുള്ള ഞങ്ങളെ ഈ പ്രസ്ഥാനം ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് അവർ സർവീസ് നടത്തുന്നത്. അത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി ഈ ഡീസലിന് തന്നെ ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ വണ്ടി പോകുന്നത്. മറ്റുള്ള വണ്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. പല ദിവസങ്ങളിലും ഡീസലിന് പൈസ കൊടുക്കാൻ കാണില്ല. നമ്മൾ ശമ്പളം എടുത്തതിന് ശേഷം ഡീസലിന് 1000 രൂപ 500 രൂപയൊക്കെ കടം വെച്ചിട്ടാണ് പോകുന്നത്. അത് പിറ്റേ ദിവസമാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും കൂടെ ആകുമ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഓണർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ജോലി ശമ്പളം എന്തായാലും ഇപ്പോൾ തരുന്ന ശമ്പളം അപ്പോഴും കിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിൽ നിന്നും മതിയാക്കി നമ്മൾ വേറെ എന്തെങ്കിലും ഫീൽഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഫ്രീ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ആരെങ്കിലും യാത്ര ചെയ്യും. അവർക്ക് അവരുടെ സൗകര്യമില്ല. ഇപ്പോൾ നമ്മളായാലും നമ്മളെ സൗകര്യം നോക്കുകയുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു വണ്ടി ഫ്രീ ആയിട്ട് പോകണം, ഇല്ല ഞാൻ പൈസ കൊടുത്തേ പോകണമല്ലോ എന്ന് പറഞ്ഞാൽ ആരും പോകില്ല. ഫ്രീ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പോകും, അത്രയേ ഉള്ളൂ. 10 രൂപ കയ്യിലിരുന്ന നമ്മളായാലും വേണ്ടാന്ന് പറയില്ല. അതെ, ആദ്യം തന്നെ നമ്മൾ കേട്ടത് ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ളൊരു ചേട്ടൻ്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിൻ്റെ ആശങ്കകളാണ് പങ്കുവച്ചത്. സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുക്കുമ്പോൾ ആരെങ്കിലും പണം നൽകി യാത്ര ചെയ്യുമോ എന്നുള്ളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ അസോസിയേഷൻ അവർ പറയുന്നത് അത് തന്നെയാണ്. കാരണം കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇനി KSRTCയിലേക്ക് പോകും. ഈ പറഞ്ഞ പോലെ പുരുഷനും സ്ത്രീയുമാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു യാത്രയ്ക്കായി ഇറങ്ങുന്നതെങ്കിൽ സ്ത്രീ KSRTCയിലും പുരുഷൻ പ്രൈവറ്റിലേക്കും എന്തായാലും പോവില്ലല്ലോ. ഒരാൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് KSRTC തന്നെ പോവുകയുള്ളൂ. അങ്ങനെ അവർക്ക് അതൊരു വലിയ നഷ്ടമാകും എന്നുള്ളതാണ് അവർ ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു വാദം. അത് അത്തരം വാദങ്ങൾ അദ്ദേഹം ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടി. ഈ പ്രൈവറ്റ് ബസ്സുകളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ബാറ്ററി ബസ്സുകൾ എന്നാണ്. നമ്മുടെ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കറിയാം ഈ ഇലക്ട്രിക് ബസ്സുകൾ വളരെയധികമുണ്ട്. അപ്പോൾ അത്തരം ബസ്സുകളൊക്കെ പ്രൈവറ്റ് ബസ്സുകളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു രീതിയിലാണ് അവരവരുടെ സർവീസ് നടത്തുന്നത്. ഒരു പ്രൈവറ്റ് ബസ്സിന് മുമ്പിലും പിന്നിലും അങ്ങനെ ബസ്സുകൾ വന്നാൽ എങ്ങനെയാണ്? നമുക്ക് തന്നെ നഗരത്തിൽ ഞാൻ ഇടയ്ക്കൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ചില സമയങ്ങളിൽ ബസ് എത്ര നേരം നോക്കി നിന്നാലും വരില്ല, വരുമ്പോഴെല്ലാം കൂടെ ഒരുമിച്ച് വരും. ഇതിനകത്തൊക്കെ ഒരു ക്രമമില്ലാത്തൊരു രീതി എന്തായാലും ഉണ്ട്. എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് അടുത്തൊരു പ്രതികരണം കൂടെ കാണാം. അതെ, നല്ലതാണ്. അങ്ങനെയെങ്കിലും സ്ത്രീകൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു കംഫർട്ട് ആവട്ടെ എക്കണോമിക്കായിട്ട്.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ബാക്കി വരും അല്ലേ? അതെ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അതിന് എല്ലാം അവൈലബിൾ ആയിരിക്കില്ല എല്ലാ ബസ്സുകളും. അപ്പം കുറച്ച് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവർ പറയണമെങ്കിലും കുറച്ച് മാത്രമേ ഇങ്ങനെ സർവീസ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ടും അല്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലേ, എങ്ങനെയാണ് നടപ്പായി കണ്ടറിയാം. എന്തായാലും അങ്ങനെ വന്നാൽ നന്നായിരിക്കും. കുറച്ച് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഈ KSRTC ഒക്കെ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്ത്രീകൾ എന്താണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പൂർണ്ണമായിട്ടും ടിക്കറ്റ് എടുക്കണ്ട എന്നൊരു സംഗതി വന്നാൽ KSRTC ലാഭത്തിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. എങ്കിലും പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് ഇങ്ങനെ സക്സസ് ആവില്ല. കുറച്ച് മാത്രമേ, കുറച്ച് സർവീസേ അത് വരുള്ളൂ. അത് ഇത്ര ടൈമിന്. അപ്പം രാവിലെ ഒരു ഉദ്യോഗസ്ഥർക്ക് ആ ബസ്സിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പറ്റില്ല. അവർ ക്യാഷ് കൊടുത്ത് വേറെ ബസ് പോകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇത് ഇങ്ങനെ എല്ലാ സർക്കാരിനും ജനങ്ങളെ പിന്തുണയ്ക്കാനുള്ള എന്താ ഒരു കൺകെട്ട വിദ്യ എന്ന് പറയാം. അതെ, ഒരു കൺകെട്ട് വിദ്യ എന്നാണ് ആ ചേച്ചി ഉപയോഗിച്ച വാക്ക്. ആ ചേച്ചി പറഞ്ഞതുപോലെ ഇതെങ്ങനെയാണ് സത്യത്തിൽ ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതിനകത്തൊരു ഇത് വന്നിട്ടില്ല. ആ ചേച്ചി പറഞ്ഞത് ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ് എങ്കിൽ കൂടിയും ഒരു പക്ഷേ രാവിലെ ഇത്ര സമയത്തേക്ക് ഇന്ന ബസ്സുകളിലൊക്കെ സൗജന്യമായിരിക്കും, അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിലായിരിക്കും സൗജന്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടപ്പിലാക്കുക. അതെന്താണ് അതിൻ്റെ കാര്യമെന്ന് ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. തുടർ നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കേട്ടത്. കാരണം ആ ടിക്കറ്റിലൊക്കെ അങ്ങനത്തെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നല്ലോ, മെയിൽ ഫീമെയിൽ എന്നുള്ളത് ആ ലിസ്റ്റൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഇനിയും എത്ര സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത് അതിൻ്റെയൊക്കെ കണക്കെടുപ്പൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിലാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ചേച്ചി പറഞ്ഞാൽ തന്നെ KSRTC ഇപ്പം എല്ലാ ദിവസവും എല്ലാ KSRTCയിലും ഇതുണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പം എത്ര ആളുകൾ ഇങ്ങനെ ഫ്രീ കിട്ടുമെന്നും പറഞ്ഞിട്ട് കാത്തിരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവില്ല. എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാവരും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ സാധ്യതകളൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് പറയുന്നത്. നമുക്ക് അടുത്തൊരു പ്രതികരണം കൂടെ കാണാം. നമ്മളെപ്പോലുള്ളവർക്ക് വണ്ടി കൂലിക്കായാലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുള്ളതാണ്. ഞങ്ങൾ ഒരേ അമ്മമാർക്ക് മക്കളില്ലാത്തവരുണ്ട്, മക്കളുള്ളവരുണ്ട്, നോക്കാത്തവരുണ്ട്. അപ്പം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ 10 പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ബസ്സിന് പോകണമെങ്കിൽ ഫ്രീ ആണെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലേ, നമുക്കതൊരു നേട്ടമല്ലേ. വരണമെങ്കിൽ അത് നല്ല കാര്യമാണ്. അതെ, എന്തായാലും ഫ്രീ ആണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. ആ അമ്മ പറയുന്ന ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് സ്വന്തമായി വാഹനങ്ങൾ കാണില്ല, ഓട്ടോറിക്ഷ പിടിച്ചു പോകുന്നതിന് വേണ്ടി ആകുമ്പോൾ കൂടുതൽ പണമാകും. അങ്ങനെ നിരന്തരം KSRTCയിൽ മാത്രം യാത്ര ചെയ്യുന്ന എത്രയോ പേരെ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആസ്തി വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസം. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ മേയർ VV രാജേഷ് മുമ്പ് അദ്ദേഹം അധികാരമൊക്കെ ഏറ്റ ഒരു തർക്കമുണ്ടായിരുന്നു ഇതിന് മുൻ മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ഈ KSRTCയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിലേ ഓടിക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തേക്ക് പോകാതെ തിരുവനന്തപുരത്തിനുള്ളിലുള്ള നഗരപ്രദേശങ്ങൾക്കകത്തുള്ള ചെറിയ ചെറിയ റൂട്ടുകളുണ്ട്. ആ റൂട്ടുകളിൽ കൂടി കൂടുതലായിട്ട് സർവീസ് നടത്തണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പല വീടുകളിലും ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ് ഈ റോഡുകളിലേക്കൊന്നും ബസ്സുകളില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന മാസവരുമാനത്തിൻ്റെ വലിയൊരു തുക ഇവർ ഈ ഓട്ടോക്കാർക്ക് കൊടുക്കണം. അപ്പോൾ ഈ റോഡിലൂടെ കൂടുതലായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ വിടണം. അങ്ങനെയാകുമ്പോൾ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ അത് ഉപകരിക്കും എന്നാണ്. അത് തന്നെയാണ് ഈ KSRTCയിൽ ഇങ്ങനെ ഒരു സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി വരുമ്പോൾ അത് അത്തരത്തിലുള്ള ആളുകൾക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, ഇപ്പോൾ ഇതിനു മുമ്പ് പ്രേക്ഷകർ കേട്ട പ്രതികരണത്തിൽ തന്നെ പറഞ്ഞു സാമ്പത്തികമായി വരുമാനമില്ലാത്തവരുണ്ട്, മക്കൾ നോക്കാത്തവരുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരമായിരിക്കും ഈ പദ്ധതി എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ 2 വാദങ്ങൾ കാണില്ല. ഒരു പ്രതികരണം കൂടെ കേൾക്കാം. ഈ സ്ത്രീകൾക്ക് ഫ്രീ യാത്രയെന്ന് പറയുമ്പോഴേ എല്ലാവരും ഇടിച്ചിട്ട് സ്ത്രീകളെല്ലാം ഇതിൽ പോകും. ബാക്കിയുള്ള ഈ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടർമാരും എന്ത് ചെയ്യും? അവരുടെ ജീവിതം പാഴാവൂലേ? തമിഴ്നാട്ടിൽ ചെയ്യണതിൻ്റെ 4-1 ഇവിടെ ചെയ്യണില്ല. ഓട്ടോ കൊടുക്കുന്നുണ്ട്, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം ഫ്രീ ബസ് വരുമെന്ന് പറഞ്ഞിട്ട് വന്നാൽ പറയാം, അത്രേ ഉള്ളൂ മക്കളെ. വന്നാലും വന്നാലും ഞങ്ങൾ കയറിപ്പോ
ബസ്സിൽ പിന്നെ അല്ലാതെ ഫ്രീ പോകണത് നമുക്ക് ആരാ പറഞ്ഞ കണക്ക്? തമിഴ്നാട്ടിൽ എന്തെല്ലാം ചെയ്യണമെന്നറിയാമോ? വീടില്ലാത്തവർക്ക് വീട്, പിന്നെ ദീപാവലിക്ക് ആണുങ്ങൾക്ക് ഷർട്ട്, മുണ്ട്, പെണ്ണുങ്ങൾക്ക് സാരി, ഫ്രീ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർക്ക്. ഇവിടെ അതിൻ്റെ ഒന്നും ഒരു അംശം ചെയ്യണില്ല. പക്ഷെ നമ്മൾ വോട്ട് കളയാതെ, ഞാൻ കൊല്ലങ്കോട്ടുനിന്ന് വന്നാണ് ഇവിടെ വോട്ടിന് നിന്നത്, വോട്ടൊന്ന് കൊടുത്തത്. സത്യം, എനിക്ക് 10-300 രൂപ ചിലവാക്കി. എന്നാലും ഒരു വോട്ട് കളയാൻ പാടില്ല എന്ന് വെച്ച് ഇല്ലേ? നമ്മുടെ മൗലിക അവകാശമാണത്, ആ വോട്ട്. മനസ്സിലായ? ഇതിപ്പം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണല്ലേ? നടന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ. നടന്നില്ലെങ്കിൽ കാലാട്ടോ നമുക്ക്. കാലാട്ടല്ല, ദൈവം തമ്പുരാൻ തന്ന കാലിൽ. അത്ര തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കണം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിനെ നമ്മൾ ഉപേക്ഷിക്കുമോ? പ്രൈവറ്റ് ബസ് ഉപേക്ഷിക്കും. ഇതിൽ ഫ്രീയിലേ പോകുള്ളൂ. കാശ് കൊടുത്ത് അതിൽ പോകണതിന് അതിൻ്റെ അല്ല. മക്കളെ, ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ്, പെൻഷൻ മാത്രമേ ഉള്ളൂ. അത് വരും എന്ന് പറഞ്ഞ് കാത്താണ് ഇരിക്കുന്നത്. മനസ്സിലായ? അത് പെൻഷൻ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അയ്യോ ഇല്ല എന്ന് പറയരുത്, പെൻഷൻ കിട്ടുന്നുണ്ട്. ഒന്നിച്ചതാണ് 2 മാസത്തെ കിട്ടിയത്. നമ്മൾ വാങ്ങിച്ചിട്ട് കള്ളം പറയാൻ പാടില്ല. പറഞ്ഞ കണക്ക് കള്ളത്തരം. വളരെ തിരുവനന്തപുരത്തെ ഒരു വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ ഒരു പ്രതികരണമാണ് കേട്ടത്. ആ അമ്മ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ആദ്യം ഒരു ചേച്ചി സംസാരിച്ചിരുന്നു. ആ ചേച്ചിയോട് നമ്മൾ ഈ പ്രതികരണം എടുക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നിന്ന് കയറി പറയുകയായിരുന്നു രണ്ടാമത്തെ ആ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും സാധാരണക്കാരുടെ ഒരു മറുപടിയാണ്. എല്ലാവരും പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളൊക്കെ വോട്ട് ചെയ്തതല്ലേ, എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നു, അതിന്റെ ഒരു അംശം പോലും കേരളത്തിൽ കൊടുക്കുന്നില്ല. വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലേ, നമുക്ക് എന്താന്നുള്ള രീതി തന്നെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, വളരെ സത്യസന്ധമായിട്ട് പെൻഷൻ മാത്രമേ എനിക്ക് വരുമാനമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ കേട്ട പ്രതികരണം അതാണ്. പണമില്ലാത്തവരുണ്ട്, മക്കൾ നോക്കാത്തവരുണ്ട് എന്നൊക്കെ എന്ന് പറയുന്നത്. എനിക്ക് പെൻഷൻ മാത്രമേ വരുമാനമായിട്ടുള്ളൂ, അത് ഞാൻ നോക്കിയിരിക്കുകയാണ്. അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യസന്ധമായി മറുപടി പറയുകയും ഉള്ളത് പറയണമല്ലോ, നമ്മൾ മേടിച്ചിട്ട് കള്ളം പറയരുതല്ലോ എന്ന് പറയുകയും. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ആദ്യം കേട്ട ആ ഒരു പ്രതികരണത്തിൽ ആ ചേട്ടൻ പറഞ്ഞ അതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് ഒക്കെ ഇനി പിന്നെ ഫ്രീ കിട്ടുകയാണെങ്കിൽ പിന്നെ ഫ്രീയിൽ തന്നെ പോവുകയുള്ളൂ, പ്രൈവറ്റിലേക്ക് ആര് കയറാൻ പോകണു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് അവരുടെ ആശങ്കയും നിലവിലുള്ളത്. അതെ, ഈ പ്രൈവറ്റ് ബസ്സുകാർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് മാത്രം ഓടുന്ന റൂട്ടുകളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് കാണില്ല. പക്ഷേ ഈ തിരുവനന്തപുരത്തെ മിക്ക റൂട്ടുകളിലും എനിക്ക് വടക്കോട്ടുള്ള വടക്കൻ ജില്ലകളിലൊക്കെയാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും KSRTCയും പ്രൈവറ്റും രണ്ടും കൂടെ തന്നെ പോകുന്ന റൂട്ടുകൾ ഒരുപാടുണ്ട്. അതെ, എന്തായാലും ആ ചേച്ചിയുടെ പ്രതികരണം വളരെ രസകരവുമായിരുന്നു. നമുക്ക് അടുത്തത് കേൾക്കാം. ഇവർ പറയണ കുറേയധികം ഓഫറുകൾ ഇങ്ങനെ വയ്ക്കാനുണ്ട്. ഇതിൽ ഏതൊക്കെ നടന്നാൽ നല്ലത് തന്നെ. പക്ഷേ ഇതനുസരിച്ച് അവർ സർവീസ് കുറയ്ക്കും. ഇപ്പം രാവിലെ 5 വണ്ടിയുള്ളത് 2 ആക്കും. അല്ല, അവർക്ക് നഷ്ടം സഹിക്കണ്ടേ? എനിക്ക് സന്തോഷം തന്നെ. കാരണം ബസ്സിൽ അപ്പോൾ ആണുങ്ങളൊക്കെ വേറെ ബസ് വയ്ക്കുള്ളൂ. എന്തായാലും അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടങ്ങ് മാറുക. സാധാരണ KSRTCയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വൈകുന്നേരമൊക്കെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഒരു ലേഡീസ് ഒൺലി ബസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ആലപ്പുഴയിലേക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള നികിത, രമ്യ എന്നൊക്കെ പറഞ്ഞ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവരും ഞങ്ങളുടെ കോളേജിൽ അസംഷനിലാണ്. ഈ കുട്ടികളെല്ലാവരും വന്നിട്ട് ചങ്ങനാശ്ശേരി നിന്നിട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് ഒരു ലേഡീസ് ഉള്ളി വരും. ആ ബസ്സിൽ എല്ലാവരും കൂടെ കയറി ഒറ്റയടിക്ക് അങ്ങ് പോകും. അപ്പോൾ ഈ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന പുരുഷന്മാരായിട്ടുള്ള ആൺകുട്ടികളായിട്ടുള്ളവർക്കൊക്കെ അവർ പറയും, ഇപ്പം നിങ്ങളുടെ ബസ് വരും, നിങ്ങളങ്ങ് പോകും, ഞങ്ങൾ വീണ്ടും ഇവിടെ നിൽക്കുമെന്ന് പറയുമായിരുന്നു. എന്ന് പറയുന്ന പോലെ കുറച്ചാളുടെ കഴിയുമ്പോൾ ഒരു ലേഡീസ് ഒള്ളി, ഫുൾ KSRTC ഒരു ലേഡീസ് ഒള്ളി ആകുമോ എന്നുള്ളതാണ് രസകരമായൊരു മറ്റൊരു ചോദ്യം. നമുക്ക് അടുത്ത പ്രതികരണം കാണാം. ഞാൻ ബാച്ചിലറാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എനിക്ക് സ്ത്രീകളില്ല. ബാച്ചിലറായതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിനെ പറ്റി. ട്രാൻസ്പോർട്ട് ബസ് ഞാൻ അമ്പലത്തിലെ പോറ്റിയാണ്. എല്ലാ ദിവസവും കിഴക്കേക്കോട്ടാറുണ്ട് പൗടിക്കോട്ടെ ബസ് കിട്ടുന്നുണ്ട്. ചില ദിവസം പൗടി 5:30 വെളുപ്പിലെ എനിക്ക് 6:06 അമ്പലം എത്തിയാൽ മതി. 5:30 മുഖ്യ ദിവസം പൗടിക്കോണം വരാറില്ല. അവിടുത്തെ ഇപ്പം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബസ് 700 രൂപ പറയുകയാണെങ്കിൽ കിട്ടുന്ന ബസ്സിൽ സ്ത്രീകാരത്തിറങ്ങി നമുക്ക് ഈ പുരുഷന്മാർ കൂടെ ഫ്രീ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ? എനിക്ക് പ്രശ്നമില്ല. എനിക്ക് 50 രൂപ വരും. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ബസ് ഈ
പൗടിക്കുള്ള ബസ് 5:30 ബസ് ഇല്ലെന്ന് 5:15 പറയുകയാണെങ്കിൽ ശ്രീകാര്യ ബസ് കയറി അവിടെ ഇറങ്ങും. അവിടെ 56 മണിക്ക് മുമ്പ് എത്താം. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കുന്നതേ, ഈ സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര കൊടുത്താൽ മതിയോ? പുരുഷന്മാർക്കും വേണ്ടേ? ഞാനും മുതിർന്ന പോലെന്നാ, മുതിർന്ന സീറ്റിൽ എല്ലാ സ്ത്രീകളാണ് ഇരിക്കുന്നത്. അവർ ഒഴിഞ്ഞ് മാറി തരുന്നില്ല. ഇതും പ്രശ്നമുണ്ട് എനിക്ക്. എൻ്റെ കളെ മുതിർന്ന പോരെ പറയത്തുള്ള 69 വയസ്സായി. മുതിർന്ന പോരന് സ്ത്രീകളാണ് ഇരിക്കാൻ മാറി തരുന്നില്ല. നമുക്ക് അഭാസം അവർ വഴക്കില്ല. ഞാൻ വഴക്കിന് പോകുന്നില്ല. അല്ല, സ്ത്രീകളെ മാത്രം പരിഗണിക്കാതെ ഈ മുതിർന്ന പൗരന്മാർക്ക് കൂടെ ഈ ഫ്രീ യാത്ര കിട്ടിയാൽ കൊള്ളാമായിരുന്നു. സാധ്യത കുറവാണ്. എനിക്ക് ബസ് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ പുറത്തെ വെളുപ്പിലുള്ള ബസ്. ഇന്നത്തെ പ്രതികരണങ്ങളൊക്കെ വളരെ രസകരമാണെന്ന് തോന്നുന്നു. എന്തായാലും സമയത്ത് ബസ് വരണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഞാനൊരു ബാച്ചിലറാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഏതാണ്ട് ആ ബൈറ്റിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പ്രായം പറയുന്നത് എനിക്ക് 69 വയസ്സുണ്ട്. അപ്പോൾ ബാച്ചിലറല്ല, ക്രോണിക് ബാച്ചിലറാണ്. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. എൻ്റെ പ്രശ്നമേ അതല്ല. എൻ്റെ പ്രശ്നം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് പൗടിക്കോണത്തേക്ക് കൃത്യമായിട്ടുള്ള വണ്ടി നിങ്ങൾ വിടണം എന്നുള്ളതാണ്. സമയത്ത് വരണമെന്നുള്ളതാണ്. ഇതിപ്പം സമയത്ത് ഇനിയിപ്പോൾ ആ വണ്ടി ഇല്ലെങ്കിൽ അതൊന്ന് നേരത്തെ പറയണം. കാരണം പുള്ളിക്ക് ശ്രീകാര്യത്തിറങ്ങി, തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്കറിയാം, ശ്രീകാര്യത്തിലിറങ്ങിയ ശേഷം പൗടിക്കോണത്തേക്ക് അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്. വലിയ പരാതിയൊന്നുമില്ല, വളരെ നോർമലായിട്ടുള്ള. പിന്നെ മുതിർന്ന പൗരന്മാർക്ക് അദ്ദേഹം പറഞ്ഞ വളരെ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഗൗരവത്തിലെടുക്കേണ്ട. അങ്ങോട്ട് ചോദിച്ചത് പറഞ്ഞതാണ്. അതെ അതെ, കൺസേൺ ഒന്നുമല്ല. അദ്ദേഹത്തിനോട് നമ്മൾ ഈ സൗജന്യ യാത്രയെക്കുറിച്ച് നമ്മുടെ ബിനോയ് ഇങ്ങനെ തിരിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇനിയും ഇങ്ങനത്തെ പ്രതികരണങ്ങളാണോ, രസകരമായ പ്രതികരണങ്ങളാണോ ഇനിയെന്ന് നമുക്ക് നോക്കാം. അടുത്ത പ്രതികരണം കാണാം. സ്ത്രീകൾക്ക് കൊടുത്തോട്ടെ, അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലും സ്ത്രീകളൊക്കെ ഉള്ളതാണ്. അപ്പം പക്ഷേ ഏതൊക്കെ മേഖലയിലാണോ ഇവർ കൊടുക്കുന്നതെന്ന് കൂടെ അറിയണം. അതായത് ഫാസ്റ്റിൽ കൊടുക്കുമോ, സൂപ്പർ ഫാസ്റ്റിൽ കൊടുക്കുമോ, എക്സ്പ്രസ്സിൽ കൊടുക്കുമോ, അതോ വെറും ഓർഡിനറിക്ക് മാത്രമാണോ എന്നുള്ളത് നമുക്കറിയാനുണ്ട്. ഇത് പോയിട്ട് എനിക്ക് പറയാനുള്ളത് മുതിർന്ന പൗരന്മാർക്കും ഇപ്പോൾ 3 വയസ്സ് വരെയല്ലേ ഉള്ളൂ, ഒരു 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്കും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. അത് നടക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൊടുത്തു വരുമ്പോൾ 6 മാസം കൊണ്ട് അത് KSRTC പൂട്ടി താക്കോലെടുക്കും. അതാ ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുമാനമാണ്, മറ്റുള്ള രാഷ്ട്രീയവും അല്ല ഇത്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം തന്നെയാണ് വലിയ ഒരു വിഭാഗം ആളുകൾക്ക് ഉള്ളത്. പ്രത്യേകിച്ച് KSRTC ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു ഭയമുണ്ട്. കാരണം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് KSRTC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗജന്യ ശമ്പളം കൃത്യമായിട്ട് ലഭിക്കാത്തത്, പെൻഷൻ കിട്ടാത്തതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ജീവൻ എടുക്കുന്നത് അങ്ങനെ വലിയ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് പരുവപ്പെട്ട് വരികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പക്ഷേ ഈ സൗജന്യം നൽകണമെങ്കിൽ 90 കോടി രൂപ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയും തുക അതാണ് KSRTC അല്ലെങ്കിൽ തന്നെ ഏത് രീതിയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ 90 കോടി എന്നുള്ളത് ലഭിക്കുമോ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് ഫ്രീ സർവീസ് നടത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആശങ്ക. അതെ, എന്തായാലും അത്തരം ആശങ്കകൾ വരുന്ന സർക്കാർ, ഈ വരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളൂ. ഈ ഗതാഗത വകുപ്പ് ആരാണ് ഏറ്റെടുക്കുന്നതെന്ന് അറിയില്ല. അത് ഏറ്റെടുക്കുന്ന ആളുടെ മുമ്പിലെ ആദ്യത്തെ പ്രധാന കീറാമുട്ടിയായിട്ടുള്ളൊരു പ്രശ്നമാണ് KSRTCയുടെ കാര്യം. രണ്ടാമത്തേത് ജൻസിയുമായി ബന്ധപ്പെട്ടാണ്. ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ ജൻസിക്കാരൊക്കെ ഡയറക്റ്റ് മന്ത്രിയെ വിളിച്ച് ചോദിക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഈ മോഡിഫിക്കേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. എന്തായാലും ഗതാഗത മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അടുത്ത പ്രതികരണം കൂടെ കേൾക്കാം. നല്ലതാണ്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, ഇപ്പോൾ കർണാടകയിലുണ്ട്, അത് കേരളത്തിൽ കൊണ്ടുവരണം. നല്ല അഭിപ്രായമാണ്. പുരുഷന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നില്ല, നല്ല സ്ത്രീകൾക്ക് ഒരു മുൻഗണന ഇരിക്കട്ടെ. ഈ നിലവിലുള്ള KSRTCയുടെ അവസ്ഥ അറിയാമല്ലോ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ KSRTCക്ക് ഇത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പുതിയ സർക്കാർ വന്നിട്ടുണ്ടല്ലോ, അവർ വിജയകരമായിട്ട് തന്നെ കൊണ്ടുപോകും, ഉറപ്പ്. എന്നാലും നഷ്ടത്തിലാണെന്നാണ് ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത്. ഇല്ല, നഷ്ടത്തിലൊന്നുമല്ല. അല്ലല്ല, അതായത് സർക്കാർ പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പറയുന്നു. അതിപ്പോൾ പുതിയ സർക്കാർ വന്നാലും സർക്കാർ തന്നെ പൈസ കൊടുക്കും,
കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പോകും. ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ പോകുമെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പൊതുവേ ഇത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള പ്രതികരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് നല്ല കാര്യമാണ്, സ്ത്രീകൾക്ക് കൊടുക്കൂ. നമ്മുടെ ഒരു ചേട്ടൻ ആദ്യം ഇതിനു മുമ്പ് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അവർക്കും സൗജന്യ യാത്ര കിട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇത് നല്ല കാര്യമാണ്, സ്ത്രീകൾക്കൊരു മുൻഗണന ഇരിക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹമൊക്കെ പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രതികരണത്തിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ഇത് സ്ത്രീകൾക്ക് മാത്രം ഇത് സൗജന്യമാക്കാതെ മുതിർന്ന ആളുകൾക്ക് കൂടി, വരുമാനമില്ലാത്ത ആളുകൾക്ക് കൂടി, ഒരു 60 വയസ്സിനൊക്കെ ശേഷമുള്ള ആളുകൾക്ക് കൂടി ഈ സൗജന്യ യാത്രയോ അല്ലെങ്കിൽ ഒരു നിരക്കിലൊരു ഇളവോ വല്ലതും കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്നുള്ളൊരു രീതിയിലാണ് പല ആളുകളും പ്രതികരിക്കുന്നത്. 69 വയസ്സുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള ആ ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം എത്ര വർഷമായിട്ട് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം KSRTCയുടെ ഇത്രയും നാൾ, 69 വർഷത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 10-60 വർഷം നിങ്ങളുടെ ഒരു ലോയൽ കസ്റ്റമർ ആയിരുന്നിരിക്കാം. വർഷങ്ങളായി KSRTCയിൽ പോകുന്ന ആളായിരിക്കും. അങ്ങനത്തെയൊക്കെ ആളുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അടുത്ത പ്രതികരണം കൂടെ കേൾക്കാം. ഇത്ര വലിയ ഞാൻ കേട്ടില്ല. കാരണം ഇത് ഒരിക്കലും നടക്കാത്ത കാര്യം മാത്രമല്ല, ഇതിനകത്ത് ചീറ്റിംഗ് ഉണ്ട്. അതായത് ഈ സ്ത്രീകളുടെ ഈ സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സിന് അവരുടെ നല്ല ചിന്തയെ അവർ മിക്കവാറും കേരള സ്ത്രീകൾ നേരെ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ചിന്തയെ ശിഥിലമാക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. അത് ശരിക്കും ഒരു ക്രിമിനൽ സംബന്ധമായിട്ട് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ചീറ്റിംഗാണ്. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ അഭ്യസ്തവിദ്യരായ കേരളീയ സ്ത്രീകളെ പോലും ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഒരിക്കലും നടക്കില്ല, അത് പ്രഹസനമാണ്. എന്തുകൊണ്ടാണ് നടക്കില്ല എന്ന് പറയുന്നത്? കാരണം കൃത്യമായിട്ട് ഈ ഗണേശനെ ഉള്ള നല്ല മന്ത്രിമാർ കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ട് പോലും അത് ഏകദേശം രക്ഷപ്പെടലിൻ്റെ വക്കിലായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കോർപ്പറേഷനെ ഇങ്ങനെ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വ്യാജ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് നടക്കാത്ത കാര്യമാണ്. അതായത് ദൂരവ്യാപകമായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ നടക്കില്ല. ഒരു ദിവസം പോലും നടന്നില്ല. അവർ ചിലപ്പോൾ ഈ പറഞ്ഞതിന് വേണ്ടി ഒരു ദിവസം നടത്തും, അതിനപ്പുറം പോകില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ അവരതിൻ്റെ സർവേ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എത്ര പല സ്ത്രീകളും തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടക്ടർമാരോട് തമാശയായിട്ട് ചോദിക്കുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എന്നാണ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ കണ്ടക്ടർ ചിരിച്ചു കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ആ ഒറ്റ ചോദ്യത്തിൽ നിന്നും ഔദ്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അതെ, അത് സർവേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചിരിച്ച് തള്ളാൻ പറ്റുന്ന ഒരു ആഹ്വാനമായിരിക്കും അല്ലെങ്കിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് തന്നെ ഇവർ നടത്തിയിരുന്നു. നമുക്കറിയാം, രമ്യ ഹരിദാസ് ഒരു വാഹനത്തിൽ കയറി ഇതെങ്ങനെയായിരിക്കും ഈ പ്രചരണ സമയത്ത് രമേഷ് പിഷാരടിയും KC വേണുഗോപാലും കൂടെ കയറി ഒരു വാഹനത്തിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിൻ്റെയൊക്കെ റീലുകൾ, വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും സർക്കാരിന് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ മൗനം പാലിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ KSRTCയിൽ ആളുകൾക്ക് സൗജന്യം കൊടുക്കുന്നതിലും സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിലും നല്ല ഒരു പദ്ധതി കൂടി ഈ UDF മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ്. അത്തരം പദ്ധതികളൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അതിലേക്കൊക്കെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ KSRTCയിലെ സൗജന്യത്തിൻ്റെ പേരിൽ മറ്റ് പദ്ധതികൾ ഇങ്ങനെ മുങ്ങിപ്പോകാതിരിക്കട്ടെ, ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെ മുങ്ങിപ്പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഒരു പ്രതികരണം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പ്രതികരണം കൂടെ കേട്ടിട്ട് മടങ്ങി വരാം. മൊത്തത്തിൽ ജീവിത നിലവാരത്തിന് ബാധിക്കും. കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാവും. നിങ്ങൾക്കിപ്പം സാധാരണ സ്ത്രീകളാണ് നിങ്ങളെന്ന് വെച്ചാൽ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് പൈസ കിട്ടുമല്ലോ, അപ്പോൾ ഫ്രീ ആയി കൊടുക്കേണ്ട അതൊരു പാലിച്ച ചുമതലയാണ്. അത് കുറേ അധികം ആൾക്കാർ, അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കും. അത് ഈ സ്ത്രീകളാണോ പുരുഷന്മാരാണോ സാധാരണ കൂടുതൽ ഓട്ടോ വിളിച്ചൊക്കെ പോകാറുള്ളത്? സ്ത്രീകളാണ്. എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ നിങ്ങളുടെ കച്ചവടം മുടങ്ങും. നമുക്കിപ്പോഴേ മുടങ്ങി കിടക്കുകയാണ്. ഇപ്പോഴും ബൈക്ക്, ടാക്സിയും ഊബറും വന്നതിന് ശേഷം സാധാരണക്കാർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്വകാര്യ ബസ് ഉടമകളൊക്കെ ഇതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓട്ടോ തൊഴിലാളികളുടെ ഞാൻ ഒരു യൂണിയനിലും ഇല്ല, പക്ഷേ ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, എന്തായാലും ഓട്ടോക്കാരെ കൂടി ബാധിക്കുന്ന, സ്വകാര്യ ബസ്സുകാരെ കൂടി ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് സർക്കാർ എന്തായാലും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പോകുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഈ തീരുമാനം നടപ്പിലാക്കാം, KSRTCയെ പ്രതിസന്ധിയിലാക്കാതെ, ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കാതെ എങ്ങനെ ഈ തീരുമാനം നടപ്പിലാക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കണം ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി പുതുതായിട്ട് ചുമതലയേൽക്കാൻ പോകുന്ന ഗതാഗത മന്ത്രി കൂടുതൽ സമയം മെനക്കെടുത്തേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വരട്ടെ.
പൊതുവായി ഇത്രയും നേരം കേട്ട പ്രതികരണങ്ങളിൽ നിന്നെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിന് അപ്പുറം അർഹരായ ആളുകൾക്ക് സൗജന്യ യാത്ര, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യ യാത്ര എന്നുള്ളൊരു രീതിയിൽ ഒരു ചേട്ടൻ ആ ബൈറ്റിൽ അത് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതായിരിക്കും ഉചിതം, ഉത്തമം എന്നാണ് ഈ ആളുകളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. ഈ പരിപാടി മുഴുവൻ കണ്ട പ്രേക്ഷകർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആകണം എന്നും ഇല്ല. പക്ഷേ അർഹരായ ആളുകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളൊരു തീരുമാനം ഒരുപക്ഷെ സർക്കാരിന് എടുക്കാൻ സാധിക്കട്ടെ. അർഹരായിട്ടുള്ള ആളുകൾ പലരുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ആ ബൈറ്റ് കേട്ടപ്പോൾ പറഞ്ഞു, മക്കൾ നോക്കാത്തവരുണ്ട്, വരുമാനമില്ലാത്തവരുണ്ട്, ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷൻ മാത്രം വാങ്ങി ജീവിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ കൂടി ഇതിൻ്റെ സൗജന്യം ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഓട്ടോക്കാർക്കായാലും പ്രൈവറ്റ് ബസ്സുകാർക്കായാലും അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ പദ്ധതി കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതെ, എന്തായാലും നമുക്കറിയില്ല, ഇനി വരുന്ന ഗതാഗത മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒന്ന് ഈ പദ്ധതി നടപ്പിലാക്കുക, 2 ജൻസിക്കാർ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും മോഡിഫിക്കേഷൻ്റെ ഉത്തരവിറങ്ങിയോ, മോഡിഫിക്കേഷൻ്റെ കാര്യം എന്തായി എന്നുള്ള കാര്യം പുതിയ ഗതാഗത മന്ത്രിയെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് മുകേഷിനെയൊക്കെ വിളിച്ചിട്ട് പണ്ടൊരു ട്രാവലറുമായി ബന്ധപ്പെട്ടൊരു വിവാദമൊക്കെ ഉണ്ടായപ്പോൾ കേരളം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെ ആ കുട്ടികളൊക്കെ ആ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളായിരിക്കും വരുന്നത്. എന്തായാലും വെല്ലുവിളികളാണ് ഈ ഗതാഗത മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുമ്പിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് വിഷയങ്ങളുമായി പബ്ലിക് പൾസിൽ ഇനിയും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.